ശ്രീമാൻ കാളിദാസൻ ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. മാത്രമല്ല ശബരിമല അയ്യപ്പസേവാ സമാജത്തിൻ്റെ അധ്യക്ഷനാണ്. ഇതിലൊക്കെ ഉപരിയായി ഒരു ക്ഷേത്ര താന്ത്രിക പുരോഹിതൻ കൂടിയാണ്. കുഴിക്കാട്ട് ഇല്ലം എന്നാണ് എൻ്റെ ഇല്ലപ്പേര്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷവും അഭിമാനവും ഒരു സാമൂഹ്യ പ്രതിബദ്ധതയും തോന്നുന്ന വലിയൊരു കർമ്മമാണ് ഈ 2025 ജനുവരി 10, 11, 12 തീയതികളിലായിട്ട് തെക്കേമഠം സ്വാമിയാർ മഠത്തിൽ വെച്ച് വൈദിക ശ്രൗത താന്ത്രിക വിധികളെ സമന്വയിപ്പിച്ചുകൊണ്ട് സുമംഗലിഷ്ടി 2025 എന്ന വലിയൊരു യാഗം അല്ലെങ്കിൽ ഒരു യജ്ഞം അല്ലെങ്കിൽ ഒരു ഇഷ്ടി നടക്കുന്നതായിട്ട് അറിയുന്നത്. അപ്പോൾ ഇഷ്ടി എന്ന് പറഞ്ഞാൽ യജ്ഞം തന്നെയാണല്ലോ. അപ്പം എനിക്കിതിനകത്ത് അഭിമാനവും സന്തോഷവും തോന്നിയ ഒരു വിഷയം എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്നത് പോലെ ഒരു സമർപ്പണമാണ്. പുരോഹിതന്മാരെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സമാജത്തിന് നല്ലത് വരാൻ വേണ്ടിയും സമാജത്തെ നേരെ ചിന്തിപ്പിക്കാൻ വേണ്ടിയും സമാജത്തിന് ഐശ്വര്യം, ഓരോ വ്യക്തികളെയും ചിന്തിപ്പിക്കാനും അവർക്ക് ഐശ്വര്യം ഉണ്ടാക്കാനും ഒരു ഈശ്വരാർപ്പിതമായി ജീവിക്കാനും വേണ്ടിയുള്ള ഒരു പരിശീലനമാണ് ഈ അനുഷ്ഠാനങ്ങളിലേക്ക് പിന്നിൽ ഉള്ളത്. ഇതൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ സമാജം തന്നെ, നമുക്കറിയാം സമാജം ഇന്ന് വല്ലാത്ത പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ ഉത്തമമായ ഒരു പരിഹാരം കാലം കൃതത്രയത ദ്വാപര കലി എന്നാണുള്ളത്. കലികാലത്ത് വാസ്തവത്തിൽ ഒരുപാട് ദുരിതങ്ങളും നഷ്ടങ്ങളും ഒക്കെ നടക്കുകയാണ്. ഇപ്പോൾ ഭാഗവത്തിൽ പറയുന്ന പോലെ നാമസങ്കീർത്തനം യസ്യ സർവ്വപാപപ്രനാശനം നാമോ ദുഃഖശമനത്തം നമാമി ഹരിമ്പരം എന്നൊക്കെയാണല്ലോ പറയുന്നത്. നാമം കൃത്യമായി അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും അവനവൻ ചെയ്യേണ്ട കർമ്മങ്ങളും പിതൃകർമ്മങ്ങളും ഒക്കെ ചെയ്യണം എന്ന് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ കാലിക പ്രസക്തി ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് ആർക്കും ഒന്നിനും സമയമില്ല. ആധുനികത ഇല്ലാതെ നമ്മളെ വിമിഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ ഓരോ കുഞ്ഞുങ്ങളും, നമ്മുടെ കുഞ്ഞുങ്ങളാണ് വാസ്തവം പറഞ്ഞാൽ, അവർക്ക് ഇതിനോട് അഭിനിവേശവും താല്പര്യം തോന്നുന്ന രീതിയിൽ ഇതിനെയൊക്കെ മാറ്റിയെടുക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ചെറുമുക്ക് വൈദികൻ വല്ലഭൻ അക്കിത്തിരിപ്പാട് ഉൾപ്പെടെ ഏർക്കര നാരായണൻ നമ്പൂരിപ്പാട് ഉൾപ്പെടെ പന്തൽ വൈദികൻ ദാമോദരൻ നമ്പൂരിപ്പാട്, തൈക്കാട് വൈദികൻ ശങ്കരനാരായണൻ നമ്പൂരി, എല്ലാവരും ഉൾപ്പെടെ വലിയൊരു യജ്ഞമാണ്. വൈദികന്മാരാണ് ഏറ്റവും ശ്രേഷ്ഠന്മാരായി കർമ്മങ്ങൾ ചെയ്യാൻ വിധിയുള്ള താന്ത്രികന്മാരും വൈദികന്മാരും ഒക്കെ തന്നെയാണല്ലോ. അപ്പോൾ ആ സമാജത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി ഇപ്പോൾ കുശ്മാണ്ഡി ബലി ഒക്കെ നടക്കുന്നു. കുശ്മാണ്ഡി ഹോമം ദുരിതങ്ങളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം കുഞ്ഞുങ്ങളെ അമ്മമാരെ തല്ലുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ട് ഈ കാലഘട്ടത്തിൽ സമൂഹം ആകമാനം ദുരിതത്തിൽ നിൽക്കുകയാണ്. ഇതിനൊക്കെ പരിഹാരമായിട്ട് ഓരോ കുഞ്ഞുങ്ങളും നന്നാവണം എങ്കിൽ ഈശ്വരാർപ്പിതമായിട്ട് ജീവിച്ചേ പറ്റൂ. അതിൻ്റെ ഭാഗമായിട്ട് സർവ്വപാപകരമായിട്ടുള്ള കുശ്മാണ്ഡി ബലി, അതുപോലെ സർവ്വപാപങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഇങ്ങനെയുള്ള കർമ്മങ്ങൾ, പിന്നെ നമ്മുടെ പുത്രകാമേഷ്ടി ഉത്തമ സന്താനങ്ങൾ ഒക്കെ ഉണ്ടാവണമെങ്കിൽ അതിന് നമുക്ക് യോഗം വേണം, പാപങ്ങൾ ഇല്ലാണ്ടാവണം, ശാപങ്ങൾ ഇല്ലാതാവണം. ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് പുത്രകാമേഷ്ടി ജീവിതം ഏറ്റവും കൂടുതൽ സന്തോഷമായി നടക്കാൻ വേണ്ടി വൈവാഹിക കാര്യങ്ങൾ, ഉമാമഹേശ്വര പൂജ, ഇങ്ങനെയൊക്കെയുള്ള ഉമാമഹേശ്വര ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ഏതായാലും നിങ്ങൾ ഓരോരുത്തരോടും, എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും എനിക്ക് വളരെ ഓരോരുത്തരോടും എനിക്ക് പറയാൻ തോന്നുന്നത്, നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഈ യജ്ഞത്തിൽ പങ്കെടുത്താൽ ഇതൊരു എന്താ പറയുക, ഒരു പരസ്യമല്ല പറയുന്നത്. ഇത് സത്യമായിട്ടും നമുക്ക് സമാജത്തിന് ഗുണമുണ്ടാകാൻ വേണ്ടി ചെയ്യുന്നൊരു യജ്ഞമാണ്. അതിനകത്ത് ജാതി ചിന്തകളൊന്നുമല്ല. നമുക്കുള്ള ഏറ്റവും വലിയ ദുഃഖം അത് തന്നെയാണ്. നമ്മൾ ഹൈന്ദവ സമൂഹം കൃത്യമായി ഈ സമാജത്തെ ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള പരിശീലനമാണ് അതിൻ്റെ ആചാര അനുഷ്ഠാനങ്ങൾ, അല്ലാതെ രാഷ്ട്രീയമല്ല. പക്ഷെ അതൊക്കെ നമുക്ക് അറിയണം. മറ്റുള്ളവരെ കൊണ്ട് നമുക്ക് സമർപ്പിച്ച് ജീവിക്കാൻ കഴിയുന്നുണ്ടോ ചിന്തിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ ഇതിനെല്ലാം കൂടി കാലികമായിട്ട് ഒരു ഫലസിദ്ധി ഉണ്ടാകുന്ന ഏറ്റവും, ഇപ്പം നമ്മൾ പറയാറുണ്ട് ശബരിമല 41 ദിവസം കൊണ്ട് ശബരിമല കൃത്യമായ നിയമപ്രകാരം ദർശനം ചെയ്താൽ ഓരോരുത്തർക്കും അതിൻ്റെതായ അനുഗ്രഹവും ഐശ്വര്യവും. ഒരു സന്യാസി എത്ര കാലം കൊണ്ടാണോ സന്യാസത്തിന് വേണ്ടി ആ പ്രക്രിയ ചെയ്യുന്നത്, 41 ദിവസത്തെ വ്രതശുദ്ധിയോടുകൂടി കൃത്യമായി അനുഷ്ഠാനം ചെയ്താൽ ശബരിമല പോകുന്ന ആൾക്കാർക്ക് അത് കിട്ടുമെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ ഏറ്റവും ഈ അനുഷ്ഠാനങ്ങൾ ചെയ്ത് പവിത്രന്മാരായിട്ടുള്ള ഈ വൈദിക ആചാര്യന്മാർ ചെയ്യുന്ന ഈ കർമ്മം, അതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും കൃത്യമായ അനുഭവം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു താന്ത്രികനായിട്ടുള്ള എനിക്ക് യാതൊരു സംശയമില്ല. കാരണം അത്രയ്ക്ക് വിവരമുള്ള ആൾക്കാരാണിത്. അപ്പോൾ അതുകൊണ്ട് ഈ കർമ്മത്തിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കണം. നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട. നിങ്ങൾ ആത്മാർത്ഥമായി ഇതിൽ ഭക്തി ആദരപൂർവ്വം പങ്കെടുത്ത് യജ്ഞത്തെ വിജയിപ്പിക്കണം. അതോടൊപ്പം അതിൻ്റെ ഫലസിദ്ധി ഉണ്ടാവണമെന്ന് മാത്രം വിനീതമായി ഓരോരുത്തരോടും ഞാൻ പറയാനും പ്രാർത്ഥിക്കാനും ആഗ്രഹിക്കുകയാണ്. ഈ യജ്ഞം അക്ഷരാർത്ഥത്തിൽ നമുക്ക് വിജയിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ ക്ഷേത്രങ്ങളും കർമ്മങ്ങൾക്കും അനുഷ്ഠാനങ്ങളും ഫലസിദ്ധി ഉണ്ടെന്ന് ഈ സമാജത്തിനെ ബോധ്യപ്പെടുത്താൻ കിട്ടുന്ന ഒരു അവസരമാണ്. നിങ്ങളെല്ലാം ഇതിൽ പങ്കെടുക്കണമെന്ന് ഓരോരുത്തരോടും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെല്ലാം ഭഗവത്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു.